ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള റവ അപ്പമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണിത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിൽ ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. എന്നാൽ പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്കൊരു ബൗളിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ 1/2 കപ്പ് റവ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ കറുത്തതോ അല്ലെ വെളുത്ത എള്ള്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൊടികൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് കൈവച്ചാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കണം. കുറച്ചായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ കട്ടകളൊന്നുമില്ലാതെ ഒരു സ്മൂത്ത് ബാറ്റർ റെഡിയാക്കാം. ഇങ്ങനെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു 20 മിനിറ്റ് അടച്ച് വെക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ബാറ്റർ കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമ്മളിപ്പോൾ ഒരു കടായിൽ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഓരോ തവി മാവ് കടായിലെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊന്ന് പൊങ്ങി വരാൻ തുടങ്ങും. ചൂടെണ്ണ നമ്മൾ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇളകി എണ്ണയിൽ ഒന്ന് ഫ്ലോട്ട് ആവാൻ തുടങ്ങും. ഇത് നമ്മളൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമ്മൾ ഇതൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോ തവി ഒഴിച്ച് റവ അപ്പം തയ്യാറാക്കാം. ഇത് എത്ര എളുപ്പമാണല്ലേ! നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ റവ അപ്പം ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് നമുക്കിതുപോലെ നല്ലൊരു റവ അപ്പം തയ്യാറാക്കി കൊടുക്കാം. എന്നാൽ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.